അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്ത് നൽകിയിട്ടുണ്ടാകും. അതെടുത്ത് ഏതാണോ യോജിച്ചത് അത് രണ്ടാമത്തെ ഭാഗത്തേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് മൻ ദസാഹ ലഹുദ്ദീൻ ബി ഖുലുഖിൻ ഹസനിൻ, നാവാണ്. ഫ അഹസിൻ ഖുലുഖി, സ്ത്രീകളെയാണ്. അപ്പോൾ ഏതാണ് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത്? നാവാണ്. അപ്പോൾ അവിടെ നാവ് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നരകത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് ആരെയാണ്? സ്ത്രീകളെയാണ്. അപ്പോൾ അവിടെ സ്ത്രീകളെയാണ് എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. അപ്പോൾ അവിടെ മൻ ദസാഹ എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി നാലാമത്തത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ലഹുദ്ദീൻ. അപ്പോൾ അവിടെ ലഹുദ്ദീന എന്ന് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത്, ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. അപ്പോൾ അവിടെ ബി ഖുലുഖിൻ ഹസനിൻ എന്നെടുത്തെഴുതുക. ഇനി അവസാനത്തെ ചോദ്യമാണ്, അല്ലാഹുമ്മ ഹസ്സിൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അപ്പോൾ ഫഅഹ്സിൻ ഖുലുഖി എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 3 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സൽ സ്വഭാവത്തിൽപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിൽ നിന്നും 3 മാത്രമാണ് അവിടെ എഴുതാൻ ചോദിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? നന്മ അധികരിപ്പിക്കുക. 2 നല്ല വാക്ക് പറയുക. 3 സംസാരം കുറയ്ക്കുക. അതുപോലെ വേറെ ഏതെല്ലാം പഠിച്ചിട്ടുണ്ട്? നന്ദി ഉള്ളവനാവുക, സത്യസന്ധത, പാപങ്ങൾ വെടിയുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സൽസ്വഭാവത്തിൽ പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 3 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, മനസ്സിൻ്റെ രോഗങ്ങൾ ഏതെല്ലാമാണ്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. ഇങ്ങനെ ഒരുപാട് മനസ്സിൻ്റെ രോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 3 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ ചോദ്യമാണ് നാവിൻ്റെ ദോഷങ്ങൾ. നാവിൻ്റെ ദോഷങ്ങൾ ഏതെല്ലാമാണ്? ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. ഇതെല്ലാം നാവിൻ്റെ ദോഷങ്ങളിൽ പെട്ടതാണ്. ഏതെങ്കിലും 3 എടുത്തവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നാവുണ്ടാക്കുന്ന അപകടങ്ങൾ ഡാഷ്. അവിടെ എന്താണ് എഴുതാനുള്ളത്? വളരെ വലുതാണ്. അപ്പം നമ്മളവിടെ വളരെ വലുതാണ് എന്ന് എഴുതി കൊടുക്കുക. 2, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക, അതാണ് കൽബ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? അതാണ് കൽബ് എന്നുള്ളതാണ്. അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്, അത് ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. അപ്പോൾ ഒരു അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്, അത് ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. അപ്പോൾ അവിടെ കോട്ടം വരുത്തുന്നതാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി 4ാമത്തെ ചോദ്യം, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അല്ലാഹു ഡാഷ്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ഇനി 5ാമത്തത്,
ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ അവിടെ സൽക്കർമ്മം ചെയ്യുക എന്ന് എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം. അപ്പോൾ അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 3 കാര്യങ്ങളും വ്യക്തമായ രൂപത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? സൽ സ്വഭാവം. സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം എന്ന് പറയുക. എന്താണ്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ, അതാണെന്ത്? സൽ സ്വഭാവം. 2ാമത്തത് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ്. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുന്നതിനാണ് എന്ത് പറയുക? ഇഖ്ലാസ് എന്ന് പറയുക. ഇനി 3ാമത്തത് തസ്കിയത്തുൽ ഖുലൂബ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ്? നോക്കാം. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ്. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ഇനി 5ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിൽ 4 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ നോക്കാം. നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയുള്ളതാവണം? നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയുള്ളതാവണം? ഉത്തരം നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. നിഷ്കളങ്കമായ ഹൃദയത്തോടെ കൂടെ ആയിരിക്കണം. 2ാമത്തത് കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് ആരെ സംബന്ധിച്ചാണ്? ഉത്തരം 2 ആൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ. ഒന്നുകൂടെ നോക്കാം. 2 ആൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തത് കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? ഉത്തരം എന്താണ്? അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുണ്ട്. 4 സൽസ്വഭാവികളെ നാം കൂട്ടുകാരാക്കണം. കാരണമെന്ത്? ഉത്തരം സൽസ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. അപ്പം നമ്മൾ സൽസ്വഭാവികളാകാൻ നമ്മുടെ കൂട്ടുകാർക്കും പങ്കുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. ഇനി അവസാനത്തത് 6ാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ക അന്നക തറാഹു ഫ ഇന്നഹു യറാക അൻ തഅബുദല്ലാഹ ഫ ഇല്ലം തകുൻ തറാഹു. അപ്പം അത് കൂട്ടി എഴുതുമ്പോൾ യോജിപ്പിച്ച് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അൻ തഅബുദല്ലാഹ ക അന്നക തറാഹു ഫ ഇല്ലം തകുൻ തറാഹു ഫ ഇന്നഹു യറാക. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിനെ കാണുന്നത് പോലെ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോട് കൂടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.